നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 22, 23 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 2025 മാർച്ച് 22 വെളുപ്പിന് 1:45 AM മുതൽ മാർച്ച് 24 രാവിലെ 10:24 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പൊതുവെ പറയുന്ന കാര്യം പറയാം. ഇത് ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നില്ല, അതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ ദക്ഷിണയായി സ്വീകരിച്ചുകൊണ്ട് ഈ ഫലങ്ങൾ പറയാം. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് പ്രോത്സാഹനം തരിക. കുറഞ്ഞ പക്ഷം ഓം നമഃ ശിവായ, അല്ലെങ്കിൽ ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രാശിയും സ്ഥലവും ദയവായി രേഖപ്പെടുത്തുക. ആദ്യം നമുക്ക് മേടം രാശിയെ കുറിച്ച് നോക്കാം. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 12ാം ഭാവത്തിൽ സൂര്യനും സർപ്പവും നിൽക്കുകയാണ്, കൂട്ടത്തിൽ ബുധനും. അപ്പോൾ ഇവർ പൊതുവെ ശിവക്ഷേത്രങ്ങൾക്ക് പുറമെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക. എങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് 2ാം ഭാവത്തിൽ വ്യാഴം, 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് ചൊവ്വ, 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്രപരമായിട്ട് ശനി. അപ്പോൾ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമായിട്ട് കണക്ക് കൂട്ടാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ്, നിയമകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അവ ഇവർക്ക് പരിഹരിക്കാൻ പറ്റും. പൊതുവെ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യമൊക്കെ ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമായതിനാൽ ലഭിക്കും. എങ്കിലും ഇവിടെ ചന്ദ്രൻ അനുകൂലമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഈ ഗുണഫലങ്ങൾ കൂടുതൽ ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവവേദ്യമാകാൻ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചന്ദ്രൻ അനുകൂലമല്ല, എങ്കിലും ഇവർക്ക് സൂര്യനും ബുധനും
ബുധാദിത്യ യോഗത്തോടുകൂടി 11ാം ഭാവത്തിൽ നിൽക്കുന്നു. കൂടാതെ കർമ്മഭാവത്തിൽ കണ്ടശനി ആണെങ്കിലും ശനി സ്വക്ഷേത്രപരമായിട്ട് കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് തൊഴിൽ ലാഭം, തൊഴിൽ നേട്ടം കിട്ടും. അതുപോലെ തന്നെ ബുധനും ശുക്രനും 11ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. ഇൻ്റർവ്യൂ പരീക്ഷയിലൊക്കെ വിജയമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. പൊതുവെ സൂര്യൻ അനുകൂലമായതിനാൽ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കും. ഇടവൻ രാശിക്ക് പൊതുവെ ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി നോക്കാം. മിഥുനം രാശി നോക്കാം. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ. 11ാം ഭാവത്തിൽ സൂര്യനും ബുധനും ബുധാദിത്യ യോഗത്തോടുകൂടി നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ചൊവ്വയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും ഇവർക്ക് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഏകദേശം 4 ഗ്രഹങ്ങൾ. അപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വ ജന്മത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ചൊവ്വാഴ്ച മറ്റ് ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലുമൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിച്ച് ഇവർ മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക, മഹാവിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക, മഞ്ഞ വസ്ത്രം, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, അതുപോലെ തന്നെ അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല ചേർത്തുക തുടങ്ങിയ വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് ഭവിക്കും. പൊതുവെ ഇവർക്ക് തൊഴിൽ ലാഭം ഈ മാസം മുഴുവൻ, മീനമാസം മുഴുവൻ ലഭിക്കും. സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവവേദ്യമാവും. പരീക്ഷ ഇൻ്റർവ്യൂവിലൊക്കെ നേട്ടമുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. പാപഗ്രഹങ്ങളാണ്. എങ്കിലും ശനി സ്വക്ഷേത്രപരമായതുകൊണ്ട് വലിയ ശനിദോഷം വരില്ല. എങ്കിലും ശനിയാഴ്ച ഇവർ വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ പോവുക, അതുപോലെ അയ്യപ്പന് നീരാഞ്ജനം നടത്തുക, വഴിപാടുകൾ നടത്തുക. അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യന് പാലഭിഷേകം, ഭസ്മാഭിഷേകം തുടങ്ങിയവ നടത്തുക. പിന്നെ ഇവർക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതാണ്. സർവവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ വാഹനലാഭം, ഗൃഹലാഭം, ഭക്ഷണസുഖം, ശയനസുഖം, അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാം. കർക്കിടക രാശിക്ക് പൊതുവെ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്.
ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് അഷ്ടമത്തിൽ സൂര്യനും സർപ്പവും നിൽക്കുന്നു, രാഹു നിൽക്കുന്നു. അപ്പോൾ ഇവർ ശിവക്ഷേത്രങ്ങളിൽ പോവുക, അതുപോലെ തന്നെ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക, നൂറും പാല് നടത്തുക, അതുപോലെ തന്നെ പുള്ളുവൻ പാട്ട് പാടിക്കുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. എങ്കിലും ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നതിനാൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. ഇൻ്റർവ്യൂ, പരീക്ഷ ഇവയിലൊക്കെ വിജയമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഇതൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് നേട്ടമുണ്ടാവും. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലങ്ങൾ പറയാം. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പൊതുവെ ഇവർക്ക് പ്രതികൂലമായ ഗ്രഹങ്ങൾ കുറവാണ്. അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളാകട്ടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഗ്രഹങ്ങൾ ആണ്. ശനി, വ്യാഴം, ചൊവ്വ ഇവ 3ഉം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ശിഖി, കേതു മാത്രമാണ് പ്രതികൂലമായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലങ്ങൾ തരുന്നു. എങ്കിലും ശനി 6ാം ഭാവത്തിൽ ശത്രുക്കളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇവർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. അതുപോലെ സാങ്കേതിക രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പൊതുവെ സർവവിധ സൗഭാഗ്യം വ്യാഴം കൊണ്ട് ഉണ്ടാവും. അതുപോലെ വാഹന ലാഭം, തീർത്ഥയാത്രകൾക്ക് അവസരമൊരുങ്ങും. പൊതുവെ കന്യരാശിക്ക് ഗുണാധിക്യമായിട്ട് കാണാം. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. പ്രധാനമായിട്ടും സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, കൂടാതെ സർപ്പം ഇവിടെ അനുകൂലമാണ്. ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. പിതൃസ്ഥാനിയിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവും. പൊതുവെ പൂർവികരുടെയും ഗുരുസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ പരീക്ഷ, ഇൻ്റർവ്യൂ ഇവരൊക്കെ വിജയമുണ്ടാവും. ശനി 5ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാൻ ഒക്കില്ല. അല്പം ഗുണാധിക്യമുള്ള അനുഭവങ്ങൾ തരും. കാരണം 5ാം ഭാവത്തിൽ ശനി അത്ര വലിയ അനുഗ്രഹം തരുന്നില്ലെങ്കിലും സ്വക്ഷേത്രപരവനായ ശനി ആയതിനാൽ ഇവർക്ക് സാങ്കേതിക രംഗത്തുമൊക്കെ നേട്ടങ്ങളുണ്ടാവും. സർവകാര്യ വിജയമുണ്ടാവും. അതുപോലെ തന്നെ പൊതുവിൽ ഇവർക്ക് മാർച്ച് 29 ഈ ശനി അനുകൂലമായിട്ട് വരുന്നു. അതുപോലെ തന്നെ മെയ് 14 വ്യാഴം അനുകൂലമായിട്ട് വരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഇപ്പോഴേ കണ്ടു തുടങ്ങും. അത് തീർച്ചയായിട്ടും തുലാം രാശിക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങൾ, ഒരു വലിയ കാലഘട്ടം തന്നെ ഇവർക്ക് ആരംഭിക്കുകയാണ്. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട.
വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. എങ്കിലും ഇവർക്ക് ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. ശിവക്ഷേത്രങ്ങൾക്ക് പുറമെ അയ്യപ്പ ക്ഷേത്രം, അതുപോലെ മുരുകക്ഷേത്രം, ഇവയിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. അതിൽ പ്രധാനം ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും. ചൊവ്വാഴ്ച മുരുകന് പാലഭിഷേകം നടത്തുക. ശനിയാഴ്ച അയ്യപ്പനും ശിവഭഗവാനും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ വ്യാഴം 7ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഇവർക്ക് ദാമ്പത്യ സുഖം ഉണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ഇവർക്ക് ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാവുന്ന ദിവസങ്ങളാണ്. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ കാണുന്നത്. ശനി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും പൊതുവെ ഇവർക്ക് വ്യാഴം ഒഴിച്ച് ബാക്കി ഗ്രഹങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. ശനി അനുകൂലമാണ്. അപ്പോൾ സർവകാര്യ വിജയം അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് വന്നില്ലെങ്കിലും ഇവർക്ക് ഒരു പരിധിവരെ സർവകാര്യ വിജയം ഉണ്ടാവും. സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ബുധനും ശുക്രനും ഒരു അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ പരീക്ഷ ഇൻ്റർവ്യൂവിലൊക്കെ വിജയമുണ്ടാവും. അതുപോലെ തന്നെ ശുക്രൻ വഴി ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒരു പരിധിവരെ ഉണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചന്ദ്രൻ അനുകൂലമല്ല. എങ്കിലും ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ, വ്യാഴം, സൂര്യൻ, സർപ്പം, ശുക്രൻ, ശിഖി ഇതൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രധാനമായിട്ടും തൊഴിൽ നേട്ടം, അത് ഈ മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവവേദ്യമാവും. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. സർവവിധ സൗഭാഗ്യം, അതിൽ തന്നെ പ്രധാനമായിട്ടും ബന്ധങ്ങൾ, അതായത് പ്രേമബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതം ഇതൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. ചൊവ്വ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലങ്ങൾ പറയുന്നു. ഇവർക്ക് ശനി പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ജന്മത്തിൽ, ലഗ്നത്തിൽ ശനി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്രങ്ങൾ പോവുകയും
അതുപോലെ അയ്യപ്പന്, അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക്, അതുപോലെ തന്നെ ശിവന് ജലധാര, ഏറ്റവും കുറഞ്ഞത് ജലധാര, ഭസ്മാഭിഷേകം ഒക്കെ നടത്തുക. അയ്യപ്പന് നീരാഞ്ജനം നടത്തുക. അപ്പോൾ ശനിദോഷം ഇവർക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ തീർച്ചയായിട്ടും ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ ഇവയൊക്കെ കൊണ്ട് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇവർക്ക് പൊതുവെ ബുധനും ശുക്രനും അനുകൂലമാണ്. അതിനാൽ പരീക്ഷ കാലമാണ് ഇപ്പോൾ. പരീക്ഷയിലൊക്കെ വിജയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഇതൊക്കെ ഒരു പരിധി ഉണ്ടാവും. എങ്കിലും പൊതുവെ ഇവർക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉയർച്ച കാണുന്നു. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ശനി, സർപ്പം, ചൊവ്വ, ശിഖി ഇവയൊക്കെ പ്രതികൂലങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാവഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ശുക്രനും ചന്ദ്രനും മാത്രമാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ കുറഞ്ഞ ദിവസങ്ങളാണ്. ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ശിവന് ജലധാര, അതുപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ, അയ്യപ്പ വിഗ്രഹമുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച്, അതുപോലെ ചൊവ്വാഴ്ച ഇവർ തീർച്ചയായിട്ടും മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം, ഭസ്മാഭിഷേകം തുടങ്ങിയവ നടത്തുക. അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ആയില്യം ദിവസം പുള്ളുവമ്പാട്ട്, നൂറും പാലും ഇവ നടത്തുക. തീർച്ചയായിട്ടും ഇവർക്ക് കർമ്മശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ദോഷാധിക്യമൊക്കെ മാറി ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 22/3/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 2, 9, 5, 3 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 23/3/2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 3, 2, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 22, 23 തീയതികളിൽ രാവിലെ 4:51 AM മുതൽ രാവിലെ 5:39 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 22, 23 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 22-ാം തീയതി ഉച്ചയ്ക്ക് 12:05 PM മുതൽ ഉച്ചയ്ക്ക് 12:53 PM വരെയാണ് 22-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 23-ാം തീയതി ഉച്ചയ്ക്ക് 12:04 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് 23-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 22-ാം തീയതി 9:28 AM മുതൽ രാവിലെ 10:58 AM വരെ രാഹുകാലമാണ് 22-ാം തീയതി. 23-ാം തീയതി വൈകിട്ട് 4:59 PM മുതൽ വൈകിട്ട് 6:29 PM വരെയാണ് 23-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക.
അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 22-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല. ഞായറാഴ്ച 23-ാം തീയതി ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.